പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത പൊതുവായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: തിരുവെഴുത്തിൽ ബുദ്ധിമാനായ ഒരാൾ നല്ല ഒരു മരുന്നിനെ പറ്റി പറയുന്നു. ഏതാണ് ആ മരുന്ന്? ഉത്തരം: സന്തുഷ്ട ഹൃദയം. സദൃശവാക്യങ്ങൾ 17:22. ക്വസ്റ്റ്യൻ: ദൈവം ആയുധം നൽകി സൃഷ്ടിച്ചത് ഏത് ജീവിക്കാണ്? ആയുധം ഏത്? ഉത്തരം: നദീഹയത്തിന്. ആയുധം വാൾ. ഇയ്യോബ് 40:19. ക്വസ്റ്റ്യൻ: ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം: മറിയ. ലൂക്കോസ് 1:46-51 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: അടിയങ്ങൾ വിടകൊള്ളുന്നു എന്ന് പറയുന്നത് ആര്? ഉത്തരം: മിന്നലുകൾ. ഇയ്യോബ് 38:35. ക്വസ്റ്റ്യൻ: സൗജന്യമായി വന്നു പാൽ വാങ്ങാൻ ആഹ്വാനം ചെയ്ത പ്രവാചകൻ ആര്? ഉത്തരം: യെശയ്യാവ്. യെശയ്യാവ് 55:1. ക്വസ്റ്റ്യൻ: കാത്തുകൊള്ളേണ്ട കതക് ഏത്? ഉത്തരം: വായുടെ കതക്. മീഖ 7:5. ക്വസ്റ്റ്യൻ: ദൈവം വെറുത്ത സഹോദരിമാർ ആര്? ഉത്തരം: ഒഹോല, ഒഹോലീബ. യെഹെസ്കേൽ 23:2, 4, 18 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: അത് ദുഷ്ടന്മാരുടെ മേൽ ചുഴന്നടിക്കും. ഏത്? ഉത്തരം: യഹോവയുടെ ക്രോധം എന്ന ചുഴലിക്കാറ്റ്. യിരെമ്യാവ് 30:23. ക്വസ്റ്റ്യൻ: വിവാഹബന്ധത്താൽ യെരുശലേം ദേവാലയത്തിൽ അറ സമ്പാദിച്ച പുറജാതിക്കാരൻ. ഉത്തരം: തോബിയാവ്. നെഹമ്യാവ് 13:4-7 വരെ. ക്വസ്റ്റ്യൻ: കണ്ടാൽ രൂപം തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പ്രതിമ സ്വപ്നം കണ്ടത് ആര്? ഉത്തരം: എലീഫസ്. ഇയ്യോബ് 4:1-16 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഫറവോൻ അവനൊരു വീട് കൊടുത്തു, ദേശവും കൊടുത്തു. ആർക്ക്? ഉത്തരം: ഹദദിന്. 1 രാജാക്കന്മാർ 11:17-18. ക്വസ്റ്റ്യൻ: നിലത്തുനിന്നും എഴുന്നേറ്റു മെത്തമേൽ ഇരുന്നു. ആര്? ഉത്തരം: ശൗൽ. 1 ശമൂവേൽ 28:23. ക്വസ്റ്റ്യൻ: കഷ്ടം കഴിഞ്ഞ ഉടനെ ഇരുണ്ടു പോകുന്നത് എന്ത്? ഉത്തരം: സൂര്യൻ. മത്തായി 24:29. ക്വസ്റ്റ്യൻ: എല്ലാ സംഗീതക്കാരുടെയും വിലാപങ്ങളിൽ ഒരാളെ ഉൾപ്പെടുത്തണമെന്നുള്ളത് ഇസ്രായേലിൽ ഒരു ചട്ടമാണ്. ആ വ്യക്തി ആര്? ഉത്തരം: യോശിയാവ്. 2 ദിനവൃത്താന്തം 35:25. ക്വസ്റ്റ്യൻ: ശമര്യക്കാരുടെ ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചത് ആരെല്ലാം? ഉത്തരം: പത്രോസ്, യോഹന്നാൻ. അപ്പോസ്തലപ്രവൃത്തികൾ 8:14-25 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: അവൻ്റെ വീട് അത് നിമിത്തം കുപ്പക്കുന്ന് ആക്കിക്കളയും എന്ന് കൽപ്പന കൊടുത്ത 2 രാജാക്കന്മാർ ആരെല്ലാം? ഉത്തരം: ദാര്യാവേശ്, നെബൂഖദ്നേസർ. എസ്രാ 6:11, ദാനിയേൽ 3:29. ക്വസ്റ്റ്യൻ: ഭൃത്യന്മാരാൽ കൊല്ലപ്പെട്ട 2 രാജാക്കന്മാർ. ഉത്തരം: യോവാഷ്, ആമോൻ. 2 രാജാക്കന്മാർ 12:20, 21:23. ക്വസ്റ്റ്യൻ: രഹസ്യം പറയാൻ വിളിച്ച് കുല ചെയ്ത 2 പേര്. ഉത്തരം: ഏഹൂദ്, യോവാബ്.
ന്യായാധിപന്മാർ 3:19 മുതൽ 21 വരെ, 2 ശമൂവേൽ 3:27. ക്വസ്റ്റ്യൻ: രാജാക്കന്മാരുടെ കാലത്ത് 2 സ്ത്രീകളെ അത്ഭുതകരമായി സഹായിച്ച ഒരു പ്രവാചകൻ. ഉത്തരം: എലീഷ. 2 രാജാക്കന്മാർ 4:1 മുതൽ 7 വരെ, 8 മുതൽ 37 വരെ. ക്വസ്റ്റ്യൻ: കാളയെ നുറുക്കി വിളംബരം പുറപ്പെടുവിച്ച രാജാവ്. ഉത്തരം: ശൗൽ. 1 ശമൂവേൽ 11:7. ക്വസ്റ്റ്യൻ: രാജ്യത്വം വഹിക്കാൻ ആർക്കും ശക്തിയില്ലാതെ പോയ ഗൃഹം ഏത്? ഉത്തരം: അഹസ്യാവിൻ്റെ ഗൃഹം. 2 ദിനവൃത്താന്തം 22:9. ക്വസ്റ്റ്യൻ: 4 ദൂതന്മാരെ ഏത് നദീതീരത്താണ് ബന്ധിച്ചിരുന്നത്? ഉത്തരം: യൂഫ്രട്ടീസ്. വെളിപ്പാട് 9:14. ക്വസ്റ്റ്യൻ: എസ്ന്യൻ അദീനോ ഒരേ സമയത്ത് എത്ര പേരെയാണ് ആക്രമിച്ചു കൊന്നത്? ഉത്തരം: 800 പേരെ. 2 ശമൂവേൽ 23:8. ക്വസ്റ്റ്യൻ: അദോനിയാവ് തനിക്ക് മുൻപായി ഓടുവാൻ എത്ര അകമ്പടികളെ സമ്പാദിച്ചു? ഉത്തരം: 50. 1 രാജാക്കന്മാർ 1:5. ക്വസ്റ്റ്യൻ: യഹൂദരെ നശിപ്പിക്കാൻ രാജാവ് സന്ദേശം അയച്ചാൽ എത്ര താലന്ത് വെള്ളി രാജാവിൻ്റെ ഭണ്ഡാരത്തിലേക്ക് കൊടുത്തയക്കാമെന്നാണ് ഹാമാൻ പറഞ്ഞത്? ഉത്തരം: 10,000 താലന്ത് വെള്ളി. എസ്തേർ 3:9. ക്വസ്റ്റ്യൻ: ദാവീദ് ആലയഭിത്തി പൊതിയുവാനായി എത്ര താലന്ത് ഊതിക്കഴിച്ച വെള്ളിയാണ് ശേഖരിച്ചു വച്ചിരുന്നത്? ഉത്തരം: 7,000 താലന്ത്. 1 ദിനവൃത്താന്തം 29:1 മുതൽ 4 വരെ. ക്വസ്റ്റ്യൻ: നയമാൻ എത്ര കൂട്ടം വസ്ത്രം എടുത്തുകൊണ്ടാണ് ഇസ്രായേൽ രാജാവിനെ കാണാൻ പുറപ്പെട്ടത്? ഉത്തരം: 10 കൂട്ടം. 2 രാജാക്കന്മാർ 5:5 മുതൽ 6 വരെ. ക്വസ്റ്റ്യൻ: നഗരമതിലിൻ്റെ അടിസ്ഥാനങ്ങളിൽ പത്മരാഗത്തിൻ്റെ സ്ഥാനം. ഉത്തരം: 11-ാം സ്ഥാനം. വെളിപ്പാട് 21:19 മുതൽ 20 വരെ. ക്വസ്റ്റ്യൻ: ശലോമോൻ രാജാവ് പൊന്നുകൊണ്ട് 200 വൻ പരിച ഉണ്ടാക്കി. ഓരോ പരിചയ്ക്ക് എത്ര ഷേക്കൽ പൊന്നു ചെലവായി? ഉത്തരം: 600 ഷേക്കൽ. 1 രാജാക്കന്മാർ 10:16. ക്വസ്റ്റ്യൻ: യെഹിസ്കിയാവിൻ്റെ നിർദ്ദേശപ്രകാരം പുരോഹിതന്മാർ എത്ര ദിവസം കൊണ്ടാണ് യഹോവയുടെ ആലയം വിശുദ്ധീകരിച്ചത്? ഉത്തരം: 8 ദിവസം. 2 ദിനവൃത്താന്തം 29:17. ക്വസ്റ്റ്യൻ: അബീഗയിൽ തൻ്റെ എത്ര ബാല്യക്കാരത്തികളുമായി ചെന്നാണ് ദാവീദിന് ഭാര്യയായി തീർന്നത്? ഉത്തരം: 5 ബാല്യക്കാരത്തികളുമായി. 1 ശമൂവേൽ 25:42. ക്വസ്റ്റ്യൻ: യേശു ശമരിയിൽ എത്ര ദിവസം പാർത്തു? ഉത്തരം: 2. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:40. ക്വസ്റ്റ്യൻ: യഹോവയുടെ പെട്ടകം എത്ര മാസം ഫെലിസ്ത്യ ദേശത്ത് ആയിരുന്നു? ഉത്തരം: 7 മാസം. 1 ശമൂവേൽ 6:1. ക്വസ്റ്റ്യൻ: യഹോവയുടെ പെട്ടകം കിര്യത്ത് യെയാരീമിൽ എത്ര കാലം ഇരുന്നു? ഉത്തരം: 20 സംവത്സരം. 1 ശമൂവേൽ 7:2. ക്വസ്റ്റ്യൻ: ശലോമോൻ്റെ നിത്യച്ചെലവിനുള്ള സാധാരണ മാവ് എത്ര പറ ആയിരുന്നു? ഉത്തരം: 60 പറ. 1 രാജാക്കന്മാർ 4:22. ക്വസ്റ്റ്യൻ:
ഫറവോൻ്റെ മുമ്പിൽ ദൈവകൽപ്പന പ്രകാരം അഹരോൻ വടി നിലത്തിട്ടപ്പോൾ സർപ്പമായി തീർന്നു. എത്രാം വയസ്സിലാണ് അഹരോൻ അത് ചെയ്തത്? ഉത്തരം 83. പുറപ്പാട് 7:7 മുതൽ 10 വരെ. ക്വസ്റ്റ്യൻ: യഹോവ മിസ്രയീം കടലിൻ്റെ നാവിന് ഉന്മൂലനാശം വരുത്തുകയും അവൻ ഉഷ്ണക്കാറ്റോടുകൂടെ നദിയുടെ മീതെ കൈയോങ്ങി അതിനെ അടിച്ച് എത്ര കൈവഴികളാക്കും? ഉത്തരം 7. യെശയ്യാവ് 11:15. ക്വസ്റ്റ്യൻ: അബിയാവിന് നേരെ യൊരോബയാം എത്ര ശ്രേഷ്ഠ യുദ്ധവീരന്മാരെ അണിനിരത്തി? ഉത്തരം 8,00,000. 2 ദിനവൃത്താന്തം 13:3. ക്വസ്റ്റ്യൻ: വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടാൻ എത്ര സന്ധ്യയും ഉഷസ്സും തികയണം? ഉത്തരം 2300. ദാനിയേൽ 8:14. ക്വസ്റ്റ്യൻ: യാശോബയാം എത്ര പേരുടെ നേരെ കുന്തം ഓങ്ങിയാണ് ഒരേ സമയത്ത് അവരെ കൊന്നുകളഞ്ഞത്? ഉത്തരം 300 പേരുടെ നേരെ. 1 ദിനവൃത്താന്തം 11:11. ക്വസ്റ്റ്യൻ: നീതിമാന്മാർക്ക് പ്രതിഫലമായി വരുന്നത് എന്ത്? ഉത്തരം നന്മ. സദൃശവാക്യങ്ങൾ 13:21. ക്വസ്റ്റ്യൻ: ന്യായവിധി പതക്കം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? ഉത്തരം ചിത്രപ്പണിയായിട്ട്. പുറപ്പാട് 28:15. ക്വസ്റ്റ്യൻ: നാണം എന്തെന്ന് അറിഞ്ഞുകൂടാത്തത് ആർക്ക്? ഉത്തരം നീതി കെട്ടവന്. സെഫന്യാവ് 3:5. ക്വസ്റ്റ്യൻ: കഴുത്തിലും വയറ്റിലും ബലമുള്ള ജീവികൾ? ഉത്തരം മഹാനക്രം, നദീഹയം. ഇയ്യോബ് 41:21, 40:16. ക്വസ്റ്റ്യൻ: അഥേനയിൽ വെച്ച് പൗലോസിൻ്റെ പ്രസംഗം കേട്ട് വിശ്വസിച്ച സ്ത്രീ ആരാണ്? ഉത്തരം ദമരിസ്. അപ്പോസ്തലപ്രവൃത്തികൾ 17:34. ക്വസ്റ്റ്യൻ: പാറയിൽ പാർപ്പിടം ഉണ്ടാക്കുന്നത് ആര്? ഉത്തരം കുഴിമുയൽ. സദൃശവാക്യങ്ങൾ 30:26. ക്വസ്റ്റ്യൻ: 2 സ്ത്രീകൾ, 2 പേരും വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2 പേർക്കും ഒരേ പേര്. സ്ത്രീകൾ ആര്? ഉത്തരം ദെബോര, റിബേക്കയുടെ ധാത്രി. കരുവേലകത്തിന് കീഴെ അടക്കി. ദെബോര ന്യായാധിപ ഈന്തപ്പനയുടെ കീഴെ പാർത്തിരുന്നു. ഉൽപ്പത്തി 35:8, ന്യായാധിപന്മാർ 4:4. ക്വസ്റ്റ്യൻ: നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമനപ്പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം യഹോവ തൻ്റെ അഭിഷിക്തനായ കോരശിനോട്. യെശയ്യാവ് 45:1-4 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ആട്ടുകൊറ്റനെയും കോലാട്ടുകൊറ്റനെയും കുറിച്ചുള്ള ദാനിയേലിൻ്റെ ദർശനം ആരാണ് വ്യാഖ്യാനിക്കുന്നത്? ഉത്തരം ഗബ്രിയേൽ ദൂതൻ. ദാനിയേൽ 8:16. ക്വസ്റ്റ്യൻ: ഞാൻ ഒരു രാജാവാണ്. എൻ്റെ പേരിൽ വചനങ്ങൾ തിരുവഴുത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് എൻ്റേതല്ല, എൻ്റെ മാതാവിൻ്റേതാണ്. ഞാൻ ആര്? ഉത്തരം ലെമുവേൽ രാജാവ്. സദൃശവാക്യങ്ങൾ 31:1. താങ്ക്സ് ഫോർ വാച്ചിങ്.